ഫേസ് ചെയ്യുന്ന അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ജാതി സ്പർദ്ധകളും രാഷ്ട്രീയ സ്പർദ്ധകളും വൈരാഗ്യങ്ങളും എല്ലാം. അപ്പൊ ഇത് ഇത്രയധികം മനുഷ്യന്റെ മനസ്സുകളിൽ ഇത്രയധികം മതിലുകൾ കെട്ടിത്തിരിച്ചിരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ എല്ലാവരെയും ഒരു കൂടെ കീഴിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു വലിയ ഭഗീരഥ യജ്ഞമായിട്ട് തന്നെ ഞാൻ കാണുന്നു. ഈ വലിയൊരു ഭഗീരഥ യജ്ഞത്തെ താങ്കൾ എങ്ങനെയാണ് താങ്കളുടെ അണികളിലേക്ക് താങ്കളുടെ ഏകതാ പ്രവാസി എന്നുള്ള ആശയം എത്തിക്കാനായിട്ട് ശ്രമിക്കുക? അത് വളരെ നിസ്സാരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിലവിലുള്ള 2500 പരം വരുന്ന രജിസ്റ്റേർഡ് സംഘടനകളും പ്രവാസികളുടെ ഉന്നമനത്തിനും പ്രവാസികളുടെ സന്തോഷത്തിനും പ്രവാസികളുടെ പ്രശ്നങ്ങൾക്കും വേണ്ടിയുള്ള സംഘടന, അത് പൊളിറ്റിക്കൽ സംഘടനകളായാലും നോൺ പൊളിറ്റിക്കൽ സംഘടന. ഏകതാ പ്രവാസി എന്നത് ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് 12 പ്രശ്നങ്ങളുമായിട്ടാണ്. പ്രവാസികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് പ്രശ്നം. സ്വാഭാവികമായും നമ്മൾ ഗവൺമെന്റിന്റെ മുമ്പിൽ ശബ്ദിക്കുമ്പോൾ നിലവിലുള്ള 2500 പ്രസ്ഥാനങ്ങൾക്കും നിലനിൽക്കണമെങ്കിൽ പ്രവാസികളുടെ പ്രശ്നം അവർക്ക് ഏറ്റുപറയാതിരിക്കും. നമ്മളെല്ലാ സംഘടനകളെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാനാണ് നിൽക്കുന്നത്. അങ്ങനെ ആരെങ്കിലും മാറി നിന്നാൽ തന്നെ അവർക്ക് തുടർന്ന് ഈ സംഘടനയും പ്രസ്ഥാനവുമായിട്ട് ഇവിടെ പ്രവാസികൾക്കിടയിൽ നിൽക്കണമെങ്കിൽ പ്രവാസികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വെക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സമരങ്ങളാണെങ്കിലും സമ്മർദ്ദമാണെങ്കിലും അതിനെ ഒരു പിന്താങ്ങാതെ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും എല്ലാ സംഘടനകളും നമ്മളുമായിട്ട് സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ മാറി നിൽക്കുന്നവർ കാലങ്ങൾ കഴിയുമ്പോൾ പ്രവാസികളുടെ പ്രശ്നങ്ങൾ നമ്മുടെ ഗവൺമെന്റിന് മുമ്പിലേക്ക് അതൊരു ശക്തിയായി ഫേസ്ബുക്ക് അതിലും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു മേഖലകളിലേക്ക് വരുമ്പോൾ അവർക്കും അത് തീർച്ചയായും അങ്ങനെ ഒരു കുടക്കീഴിൽ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുള്ളൂ. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇവിടുത്തെ പ്രവാസികളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു കൂട്ടായ്മയിലൂടെ പ്രവർത്തിക്കുക എന്നതാണ്. ഏകതാ പ്രവാസികൾ നിൽക്കുന്നവർക്ക് അവരവരുടേതായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടനകളും സജീവമായി നിൽക്കാവുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു കുടക്കീഴിലാവും